അതെ, ഇനി അധിക സമയമില്ല. സാധാരണ 3 മണി വരെയാണ് പത്രിക സ്വീകരിക്കുക. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികൾ ഒരുപാട് എത്തുന്നത് കൊണ്ടും ഇനി ഒരാൾക്ക് 15 മിനിറ്റ് മാത്രമാണ് സമയം അനുവദിക്കുക അല്ലേ സിത? അപ്പോൾ അതുകൊണ്ട് ഇനി 3 മണിക്കുള്ളിൽ എത്ര പത്രികാ സമർപ്പണം നടന്നിട്ടുണ്ട് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ ലഭ്യമാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുകയാണ്. ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി അല്ലേ? എന്തായാലും ഇന്ന് ഈ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസം പല പ്രധാനപ്പെട്ട പ്രമുഖ ആളുകളും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ഉൾപ്പെടുന്നുമുണ്ട്. അതെ, മന്ത്രി GR അനിൽ, VN വാസവൻ തുടങ്ങിയവരെന്ന നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. അതേസമയം NDA ക്യാമ്പിന് ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിൽ പ്രചാരണത്തിനെത്തും. പരസ്യ പ്രചാരണത്തിന് ഇനി 15 ദിവസം മാത്രം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. എനിക്ക് കെട്ടിവെക്കാനുള്ള പണം നൽകിയിരിക്കുന്നത് പ്ലാച്ചിമട സംരക്ഷണ സമിതിയാണ്, സമരസമിതിയാണ്. നിരവധി വർഷങ്ങളായി നീതിക്ക് വേണ്ടി അവർ നടത്തുന്ന ഈ പോരാട്ടം, പാവങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടത്തിൽ ഞാനും പങ്കാളിയാണ്. നാളെ മുതൽ മറ്റു മണ്ഡലങ്ങളിൽ വി ഡി സതീശൻ പ്രചാരണത്തിനെത്തും. നെടുമങ്ങാട്ടെ LDF സ്ഥാനാർത്ഥി മന്ത്രി GR അനിലും പത്രിക സമർപ്പിച്ചു. ഗുരുവായൂരിൽ B ഗോപാലകൃഷ്ണൻ, കാസർഗോഡ് ML അശ്വിനി തുടങ്ങിയ NDA സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക സമർപ്പിച്ചു. പാലായിൽ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി, കാസർഗോഡ് UDF സ്ഥാനാർത്ഥി കലക്ടർ മാഹിൻ ഹാജി, തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി സുധീർ കരമന തുടങ്ങിയവരും ഇന്നാണ് പത്രിക നൽകിയത്. കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ UDF പിന്തുണയുള്ള V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും പത്രിക സമർപ്പിച്ചു. UDF നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. ഇതിനിടെ NDA ക്യാമ്പിന് ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിലെത്തും. തൃശൂരിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. പാലക്കാടും പ്രധാനമന്ത്രി പ്രചാരണം നടത്തും. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.